ഹായ് ഗേളീസ്, ദിസ് ഇസ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ നാളായി ഇത് കാണുന്നു. പിന്നെ കാര്യമായിട്ട് എനിക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാനും അറിയില്ല, ഞാൻ ചെയ്യലുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. സീ ഗൈസ്, ഇതാണ് എൻ്റെ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫേസ്. ആൻഡ് ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. എപ്പോഴത്തെ പോലെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് നിങ്ങൾ ഭയങ്കര നല്ല അടിപൊളി മേക്കപ്പ് പ്രതീക്ഷിച്ചിട്ട് ഈ വീഡിയോ കാണരുത്. ഇത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന നോർമൽ മേക്കപ്പാണ്. മേക്കപ്പൊന്നും ഇതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോറി ഗൈസ്, എനിക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു മിറർ എടുക്കാം. ലാസ്റ്റ് വീഡിയോൻ്റെ സെയിം മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാര്യമായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണിത്. പ്ലസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് മാത്രമേ ഇതിലുള്ളൂ. നോ ഫൗണ്ടേഷൻ, നോ കൺസീലർ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് എനിക്ക് ബ്രഷൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല. Trust the process. രണ്ട് കണ്ണിലും ഒരുപോലെ ആയിട്ടുണ്ട്. കുറേ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലൊരു ചേരാത്ത പോലെ തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ കൺസീലർ അവോയ്ഡ് ചെയ്യും യൂഷ്വലി. ഐ ഷാഡോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐലൈനറാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഐലൈനർ ഇടുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാണ്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോവും ഗൈസ്, നോർമൽ. ഐ ഷാഡോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐലൈനറാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഐലൈനർ ഇടുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോവും ഗൈസ്, നോർമൽ ആവില്ല. തോന്നുന്ന രണ്ട് കണ്ണിലും സെയിം പോലെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് മസ്കാര. ഒന്നാമത് ലാഷസ് ഒന്നും അധികമില്ല. അപ്പം ഈവൻ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് മസ്കാര ഇടും. ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ണിൽ മാത്രം ഇട്ടിട്ട് ഡിഫറൻസ് കാണിച്ചു തരാം ഫസ്റ്റ്. ഓക്കെ, ഇതാണ്. ദെൻ ലുക്ക് അറ്റ് ദ ഡിഫറൻസ് ഗൈസ്. നെക്സ്റ്റ് ഇസ് നമ്മളെ സ്വന്തം ബ്ലഷ്. ഞാനിപ്പോൾ കറൻലി ബ്ലൂ ഹെവൻ്റെതും പിന്നെ എറ്റ്യൂഡിൻ്റെ ഒരു ടിൻറ്റും കൂടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ടിൻ ബ്ലഷസാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഓൾസോ എറ്റ്യൂഡിൻ്റെ അത്ര നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല, പക്ഷെ എന്നാലും ഇത് ഓക്കെ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ബെറ്റർ. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ടിൻറ്റ് ഇത്, അല്ലെങ്കിൽ എറ്റ്യൂഡിൻ്റെ ആണ് ഞാൻ ടിൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കയ്യിലെടുത്തിട്ട് ചെയ്യാം, ദാറ്റ്സ് ബെറ്റർ. ആക്ച്വലി എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ലോങ് വീഡിയോ ആക്കി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. പക്ഷെ എന്നോട് കുറേ പേര് കമൻസിൽ പറഞ്ഞു ലൈക്ക് താത്ത ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ചെയ്യാം. പിന്നെ എന്നെപ്പോലത്തെ മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതും എന്നാൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ലെസ് പ്രോഡക്റ്റ്സ് വെച്ച് യൂസ് ചെയ്ത് നമുക്കിപ്പം ഡെയിലി കോളേജിലായിക്കോട്ടെ അല്ലെങ്കിൽ കാഷ്വലി പുറത്ത് പോകുമ്പോഴൊക്കെ മിനിമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഇത്. ബ്ലഷ് ഡൺ. ഇപ്പം തന്നെ എൻ്റെ ഫേസിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ദെൻ വി ഇസ് അപ്പുറത്ത് ആരോ നോക്കുന്നു. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ മേക്കപ്പ് റൂട്ടീൻ. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പുറത്ത് പോകുമ്പം എനിക്ക് ഫേവറേറ്റിലായിട്ടുള്ള ഒരു പാർട്ടിലൊന്നാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാനിപ്പം യൂഷ്വലി എല്ലാ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ് കോംബോയും കൂടിയാണിത്. വെരി സിമ്പിൾ, വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എനിക്ക് തോന്നുന്നു ഈ ഒരു ലിപ് കോംബോ അണ്ടർ 300 റുപ്പീസിൻ്റെ ഉള്ളിലാണ്. 300 വരുന്നില്ല, എനിക്ക് തോന്നുന്നു 280 റുപ്പീസിലാണ്. ഇവിടെ മാസിൻ്റെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്പിൽ ചെയ്ത ലിപ്റ്റിൻ പാർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. പക്ഷെ എനിക്ക്
പക്ഷേ എല്ലാം പോയി കഴിഞ്ഞാൽ ആ ലിപ് ടിൻറ്റ് മാത്രം അവിടെ ബാക്കി ഉണ്ടാവും. സോ ആ ഒരു ടിൻനെസ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടിൻറ്റ് അപ്ലൈ ചെയ്യുന്നു മാത്രം. പുറത്ത് നല്ല മഴയാണ് ഗൈസ്, അതുകൊണ്ട് ലൈറ്റിങ്ങിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇനി ലേറ്റാക്കി ഇടണ്ടെന്ന് ഞാൻ വിചാരിച്ചു, കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ലിപ് ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ അടുത്ത് കണ്ടിട്ടുണ്ടാവും. ഇത് രശ്മിക മന്ദാനയുടെ മറ്റേ വൈറലായ ലിപ് ഗ്ലോസ് ആണ്. ഇത് ആക്ച്വലി സനൻ്റെ ആണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. എനിക്ക് ഓൾറെഡി ഞാൻ മുന്നേ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാനിപ്പം ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഈ ലിപ് ലൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലിപ് ഗ്ലോസ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ ടൈപ്പ് ലോങ് വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.